ശംശായിരിക്കട്ടെ. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഈ പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധനായ പാത്രിയപ്പിയായും മരിയ വാൾത്തോർത്തായും സമകാലീനരുമാണ് അവർ. ഇറ്റാലിയൻ പൗരരുമാണ്. ഒരിക്കൽ പാത്രിയപ്പിയായുടെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ലോകമഹായുദ്ധകാലത്ത് ഇറ്റലിയിൽ ബോംബ് വർഷിക്കും എന്ന ഭീതി എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശുദ്ധൻ പറഞ്ഞു, ഇറ്റലിയെ ഒരു ബോംബാക്രമണവും ഉണ്ടാകില്ല. വിമാനങ്ങൾ വരിക തന്നെ ചെയ്തു. പക്ഷേ പൈലറ്റ് കാണുന്നത് വായുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സന്യാസി ഈ വിമാനത്തിനെ ബോംബിടാൻ അനുവദിക്കാതെ തിരിച്ചു വിടുന്നു. അത് ആ പൈലറ്റ് 2 പ്രാവശ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഇറ്റലിയെ രക്ഷിച്ചു. അതുപോലെ തന്നെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ, അന്ധകാരത്തിൻ്റെ, തിന്മയുടെ ഈ കാലഘട്ടത്തിൽ അധാർമികതയുടെയും ദൈവനിന്ദയുടെയും ബോംബിടുവാൻ ആധുനികതയുടെ മുഖംമൂടി അടിഞ്ഞ പല തത്വങ്ങളും ഈ ലോകത്തിൽ പ്രചരിക്കുന്നു. അതിന് തടയിടുന്ന, അതിനെ തിരിച്ചുവിടുന്ന സന്മനസ്സും അതിനുവേണ്ടിയുള്ള താല്പര്യവുമുള്ളവർക്ക് സംരക്ഷണം നൽകാൻ ഈ കാലഘട്ടം ഒരുപക്ഷെ വാഗ്ദാനം ചെയ്ത അത്യുന്നതമായ ഒരു മഹത് ഗ്രന്ഥമാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. സൺഡേ ശാലോമിലെ ഈ ദിവസങ്ങളിൽ വന്ന ഒരു സന്ദേശം ഞാൻ ഓർക്കുകയാണ്. ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ച ക്ലെയർ ക്രോക്കറ്റിൻ്റെ അവരെക്കുറിച്ചുള്ളൊരു വിശദീകരണം. അതിൽ പറയുന്നുണ്ട്, തൻ്റെ സഹോദരിയെ BBC-ക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ സഹോദരി പറയുന്ന ഒരു സന്ദേശമാണ്, എൻ്റെ സഹോദരി 10 ലക്ഷം വർഷം ഈ ലോകത്തിൽ ജീവിച്ചാലും അവളൊരു സന്യാസിയാകുമെന്ന് പോലും ഞങ്ങൾ ധരിച്ചിരുന്നില്ല. പിന്നെയാണോ അവൾ വിശുദ്ധിയാകുന്ന ഒരു ചിന്ത ഞങ്ങളിൽ. എനിക്ക് തോന്നുന്ന ഇതേ സന്ദേശം തന്നെയാണ്. 10 ലക്ഷം വർഷം നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചാലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അടിയൊഴുക്കുകളിലുമെല്ലാം നമ്മൾ വ്യാപൃതരായി ഒരുപക്ഷെ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത പോലുള്ള ആ ഒരനുഭവം, ഒരു നിമിഷം കൊണ്ട് മാറി മറിക്കുന്ന ഒരനുഭവം ആ ക്ലെയർ ക്രോക്കറ്റിന് വന്ന പോലെ നമ്മളിലേക്കും വരുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നുള്ള ബുക്കിൽ കൂടി ഈ യുഗത്തിലേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് കർത്താവ് ഇടപെടുന്നു. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ഒരു സുവിശേഷ സഹായി തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ട്, ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയുവാനുണ്ട്, പക്ഷെ അത് ഗ്രഹിക്കുവാൻ നിങ്ങളിപ്പോൾ പ്രാപ്തരല്ല. അതുപോലെ യോഹന്നാൻ പറയുന്നുണ്ട്, ഈശോ പറഞ്ഞ എല്ലാ വചനങ്ങളും എല്ലാ ആശയങ്ങളും ഞാൻ എഴുതിയിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ പറയാൻ ആഗ്രഹിച്ചത് പലതും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞത് പലതും സുവിശേഷകരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ്. ഒരുപക്ഷെ ആ വിടവ് നികത്തലായിരിക്കാം ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ കൂടി മരിയ വാൾത്തോർത്തായിൽ വെളിപ്പെടുത്തപ്പെട്ടതും നമ്മളിലേക്ക് കടന്നു വരുന്നതുമായ ഈ വലിയ സന്ദേശം. ഇറ്റാലിയൻ ഭാഷയിലുള്ള ഈ മൂലഗ്രന്ഥത്തിൻ്റെ പരിഭാഷ ഫ്രഞ്ചിലും സ്പാനിഷിലും ഇപ്പോൾ മലയാളത്തിലുമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സഭയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരെ പ്രദാനം ചെയ്തിട്ടുള്ള 3 രാജ്യങ്ങളാണ്
ഇറ്റലിയും ഫ്രാൻസും സ്പെയിനും. ഈ ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം ഇതാണ്: ദൈവം ഭാരതസഭയിൽ നിന്നും ധാരാളം വിശുദ്ധരെ പ്രതീക്ഷിക്കുന്നു. ഈ ഗ്രന്ഥം അതിന് ഒരു കാരണമായി തീരും. ഇരുണ്ട നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് അസീസിയെ പോലെയും ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് ജോൺ മരി വിയാനിയെ പോലെയും ആ ലോകമഹായുദ്ധ കാലത്ത് ഫാത്തിമയിൽ മറിയത്തിൻ്റെ പ്രത്യക്ഷണ കാരണം അതുപോലൊക്കെ തന്നെ ഈ ഗ്രന്ഥത്തിൽ കൂടി ദൈവം നമ്മളെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഠിന ഹൃദയരും പിടിവാശിക്കാരുമല്ലെങ്കിൽ തീർച്ചയായും ഈ ഗ്രന്ഥം അത്ഭുതം തന്നെ പ്രവർത്തിക്കും. ഈ ഗ്രന്ഥം വായിക്കുന്നവർ ഈശോയെ അറിയും, അറിയുന്നവർ ഈശോയെ സ്നേഹിക്കും, സ്നേഹിക്കുന്നവർ ഈശോയുടെ ജീവിക്കുന്ന പകർപ്പുകളായി മാറും. കുത്രപ്പള്ളിയിലുള്ള ആരാധന പബ്ലിക്കേഷൻസ് SABS സമൂഹം ഒരുപക്ഷെ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കാം ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന പുസ്തകം സാധാരണക്കാർക്ക് വേണ്ടി വളരെ വില കുറച്ച് അവർ പ്രസിദ്ധീകരിക്കുന്നത്. നമുക്കവരുടെ ആ സന്മനസ്സിന് മുമ്പിൽ തലകുനിക്കാം. അവർ നിസ്വാർത്ഥമായിട്ട് അവരുടെ ഉദ്ദേശം തന്നെ ഇതിൻ്റെ ഒരു സെറ്റ് ഓരോ വിശ്വാസിയുടെയും ഭവനത്തിൽ ഉണ്ടാകണം. ബാക്കി ആ ഗ്രന്ഥം നിർവഹിക്കും. ആ ഗ്രന്ഥത്തിന് പച്ചയായ ഈശോയെ കണ്ടെത്താൻ. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നത് അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥത്തിൽ ലളിതാംബിക അന്തർജനം എന്ന ആ രചയിതാവ് പറയുന്നുണ്ട്, ഞാൻ എഴുതുമ്പോൾ അനുഭവിച്ച ആ മാനസികമായിട്ടുള്ള വലിയ അനുഭവം അതിൻ്റെ ഒരംശമെങ്കിലും അനുവാചകർക്ക്, വായിക്കുന്നവർക്ക് എത്തിച്ചേർന്നാൽ ഞാൻ സംതൃപ്തിയാണ്. അങ്ങനെ വാൾത്തോർത്തായും എല്ലാം നമുക്ക് വേണ്ടി തന്ന ഈ സമ്മാനം അതിൻ്റെ ഒരംശം നമ്മളിലേക്കും എത്തിച്ചേരുവാൻ, കാരണം പച്ചയായ ഈശോയെ, ദൈവമായ ഈശോയിൽ നിന്ന് മനുഷ്യനായി പിറന്ന ആ ഈശോയെ നമ്മൾ കാണുകയാണ്. വീണ്ടും ഞാൻ ആ അഗ്നിസാക്ഷിയെ അതിലേക്ക് പോകുമ്പോൾ കാണുന്നത് ആ ഉണ്ണിയേട്ടൻ അവനെ കാണാൻ പോകുന്ന തങ്കം പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ, അങ്ങ് ഇത്ര ദൈവമനുഷ്യനായത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങ് ഞങ്ങളെപ്പോലെ കുറച്ചുകൂടെ താന്നു വന്നിരുന്നെങ്കിൽ. ഈ താന്നുവരലിൻ്റെ ഒരനുഭവമാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥം വായിക്കുമ്പോൾ പച്ചയായ ഈശോ, നമ്മുടെ സഹോദരനായ ഈശോ, നമ്മുടെ സ്നേഹിതനായ ഈശോ വളർന്ന് ദൈവമാകുന്ന അനുഭവം നമ്മുടെ ഉള്ളിൽ നിറയുന്ന അനുഭവം. ഇതാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വായിക്കുന്ന ഓരോ അവസരത്തിലും ഓരോ വ്യക്തിക്കും ബോധ്യമാകുന്നത്.